നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, ചാപ്റ്റർ നമ്പർ 5. ഇന്ന് സഹോദരന് സമയമുണ്ട്. പേജ് നമ്പർ 16. ഒരു ഭക്തൻ സത്സംഗത്തിന് പോകാൻ തുടങ്ങി. അദ്ദേഹം ദീക്ഷ സ്വീകരിച്ചു, ആത്മീയ വിജ്ഞാനം ശ്രവിച്ചു, ഭക്തി ചെയ്യാൻ തുടങ്ങി. സത്സംഗത്തിന് വരാനും ഭക്തി ചെയ്യാനും അദ്ദേഹം സുഹൃത്തിനോട് അഭ്യർത്ഥിച്ചു. പക്ഷെ സുഹൃത്ത് സമ്മതിച്ചില്ല. അവൻ പറയാറുണ്ടായിരുന്നു, ഞാൻ എൻ്റെ ജോലിയിൽ വളരെ തിരക്കിലാണ്, ഒഴിവു സമയമില്ല, എനിക്ക് ചെറിയ കുട്ടികളുണ്ട്, അവരെയും വളർത്തണം, എൻ്റെ ജോലി ഉപേക്ഷിച്ച് ഞാൻ സത്സംഗത്തിന് പോയാൽ എൻ്റെ ബിസിനസ് നശിക്കും. സത്സംഗത്തിന് പോകുമായിരുന്ന ആ ഭക്തൻ തന്റെ സുഹൃത്തിനോട് സത്സംഗത്തിന് കൂടെ വരാൻ ആവശ്യപ്പെടുമ്പോഴെല്ലാം അദ്ദേഹം അത് തന്നെ പറഞ്ഞു, എനിക്ക് സമയമില്ല. 1 വർഷം കഴിഞ്ഞ് ആ സുഹൃത്ത് മരിച്ചു. അദ്ദേഹത്തിന്റെ ബന്ധുക്കളും നഗരവാസികളും അദ്ദേഹത്തിന്റെ മൃതദേഹം ചുമന്നുകൊണ്ടിരുന്നു. അയൽപ്പക്കത്തുള്ള 100 കണക്കിന് ആളുകൾ അവരോടൊപ്പം ചേർന്നു. എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നു, രാം നാം സത്യ ഹേ, സത് ബോലേഗേ ഗത് ഹേ. രാമന്റെ പേര് സത്യമാണ്, ഇത് പറയുന്നവൻ മോക്ഷം പ്രാപിക്കുന്നു. ഭക്തൻ പറഞ്ഞുകൊണ്ടിരുന്നു, രാം നാം സത്യ ഹേ, പരന്തു ആജ് ബായ്ക്കോ ഫുർസത് ഹേ. രാമന്റെ പേര് ശരിയാണ്, പക്ഷേ ഇന്ന് സഹോദരന് സമയമുണ്ട്. നഗരത്തിലെ ആളുകൾ പറഞ്ഞു, സത് ബോലേ ഘട്ട് ഹേ. ഭക്തൻ പറഞ്ഞു, ആജ് ബായ്ക്കോ ഫുർസത് ഹേ. ഇന്ന് സഹോദരന് സമയമുണ്ട്. മറ്റുള്ളവർ ആ ഭക്തനോട് പറഞ്ഞു, ഇങ്ങനെ പറയരുത്, അവന്റെ കുടുംബാംഗങ്ങൾ അസ്വസ്ഥരാവും. ഭക്തൻ പറഞ്ഞു, ഞാനിത് തീർച്ചയായും പറയും. സത്സംഗത്തിന് വരുന്നു എന്ന് ഈ വിഡ്ഢിയെ ഞാൻ കൂപ്പുകൈകളോടെ അഭ്യർത്ഥിച്ചിരുന്നു, കുറച്ച് ഭക്തി ചെയ്യുക. അവൻ പറയുമായിരുന്നു, എനിക്ക് ഒഴിവു സമയമില്ല. ഇപ്പോൾ അവന് സ്ഥിരമായി ഒഴിവു സമയമുണ്ട്. ആരെ വളർത്തിയെടുക്കാൻ ന്യായം പറഞ്ഞ് തന്റെ കൊച്ചുകുട്ടികളെ പോലും ഉപേക്ഷിച്ചു. അവൻ ദൈവത്തിൽ നിന്നാകുന്നു. ഭക്തി ചെയ്തിരുന്നെങ്കിൽ അവൻ വെറും കൈയോടെ പോകില്ലായിരുന്നു. ഭക്തിയുടെ ഒരു സമ്പത്ത് അവൻ കൂടെ കൊണ്ടുപോകുമായിരുന്നു. ദൈവം മക്കളെ വളർത്തുന്നു. ഭക്തി ചെയ്യുന്ന ഒരു ഭക്തന്റെ ആയുസ്സും ദൈവം വർദ്ധിപ്പിക്കുന്നു. ഈ ചിന്തയോടെയാണ് ഭക്തർ ഭക്തി നടത്തുന്നത്. ജോലി ഉപേക്ഷിച്ച് അവർ സത്സംഗത്തിന് പോകുന്നു. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 17. ഭക്തർ ചിന്തിക്കുന്നു, ദൈവം വിലക്കട്ടെ, നമ്മൾ മരിച്ചാൽ പിന്നെ നമ്മുടെ ജോലി ആര് ചെയ്യും? നമ്മൾ മരിച്ചു എന്ന് വിശ്വസിക്കാം. നമ്മൾ മരിച്ചിട്ട് 3 ദിവസമായി. ഈ വീക്ഷണത്തോടെ സത്സംഗത്തിലേക്ക് പോകുക. സ്വയം മരിച്ചതായി കരുതി സത്സംഗത്തിന് പോകുക. ആ നിലയ്ക്ക് ഒരു ദൈവഭക്തന്റെ ഒരു പ്രവൃത്തിയും തെറ്റിപ്പോകില്ല. എന്നിരുന്നാലും ഞങ്ങളുടെ അഭാവത്തിൽ ഞങ്ങളുടെ ചില ജോലികൾ തെറ്റായിപ്പോയി എന്ന് നമുക്ക് വിശ്വസിക്കാം. 3 ദിവസത്തിന് ശേഷം തിരികെ പോകുമ്പോൾ നമുക്കത് ശരിയാക്കാം. നമ്മൾ യഥാർത്ഥത്തിൽ മരിക്കുകയാണെങ്കിൽ നമ്മുടെ ജോലി എന്നേക്കുമായി നശിപ്പിക്കപ്പെടും. അപ്പോൾ അത് ശരിയാക്കാൻ നമുക്കൊരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല. ഈ അവസ്ഥയെയാണ് പറയുന്നത്, ജീവിച്ചിരിക്കുമ്പോൾ മരിക്കുക. ശേഷിക്കുന്ന വാണിയുടെ വിവർത്തനം. ദ്വാദശ് മധ്യ മെഹൽ മഠ് ബോരെ ബഹുർ ന ദേഹി ധരേവേ. പരിഭാഷ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 15 ശ്ലോകം 4 തത്വജ്ഞാനം നേടിയ ശേഷം പരമാത്മാവിന്റെ ആ അതിമഹത്തായ അവസ്ഥയെ അന്വേഷിക്കണമെന്ന് പറയുന്നു. അവിടെ പോയാൽ ഭക്തർ ഒരിക്കലും ഈ ലോകത്തിലേക്ക് മടങ്ങി വരില്ല. അതായത് അവർക്ക് പുനർജന്മമില്ല. അവർ വീണ്ടും ഒരു ശരീരം നേടുന്നില്ല. 12ാമത്തെ വാതിൽ കടന്ന് ഒരാൾക്ക് ആ പരമമായ വാസസ്ഥലത്തേക്ക് പോകാം എന്ന കാര്യം തന്നെയാണ് സൂക്ഷ്മവേദിന്റെ ഈ വാണി വ്യക്തമാക്കുന്നത്. ഇന്നുവരെ എല്ലാ മുനിമാരും മഹർഷിമാരും സന്യാസിമാരും മണ്ഡലേശ്വരന്മാരും 10 വാതിലുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ പരമോന്നത ദൈവം കബീർ തന്റെ യഥാർത്ഥ സ്ഥലത്തെക്കുറിച്ചും തന്റെ സ്ഥാനം നേടാനുള്ള യഥാർത്ഥ പാതയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. 12ാം വാതിലിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയുള്ള എല്ലാ മുൻകാല മഹർഷിമാരെയും, അതായത് 2012 വർഷം വരെയുള്ള എല്ലാ മുൻകാല മഹർഷിമാരുടെയും സന്യാസിമാരുടെയും വിഭാഗങ്ങളുടെയും ഭക്തി കാലബ്രം വരെയുള്ളതാണെന്നും ഇത് വ്യക്തമാക്കുന്നു. അതിന്റെ ഫലമായി ജനനമരണ ചക്രം തുടർന്നു. വാണി നമ്പർ 5. दोजक बहिष्ट सभी तय देखे, राजपाट के रसिया. 3 लोक से तप्त नाही, यह मन भोगी खसिया. പരിഭാഷ. തത്വജ്ഞാനത്തിന്റെ, അതായത് യഥാർത്ഥ ആത്മീയ അറിവിന്റെ അഭാവത്തിൽ പൂർണ്ണമായ മോക്ഷത്തിലേക്കുള്ള വഴി ലഭിക്കാത്തതിനാൽ ചിലപ്പോൾ നമ്മൾ ദോജാക് നരകത്തിൽ പോയി, ചിലപ്പോൾ ബഹിഷുത് സ്വർഗത്തിൽ പോയി, ചിലപ്പോൾ നമ്മൾ ഒരു രാജാവിന്റെ ജീവിതത്തിൽ ആസ്വദിച്ചു. ഈ മനുഷ്യന് ത്രിലോകരാജ്യം നൽകിയാലും തൃപ്തനാകുന്നില്ല. ഉദാഹരണം, ആരെങ്കിലും ഒരു ഗ്രാമത്തിന്റെ സർപഞ്ച്, അതായത് തലവനായാൽ അവൻ ഒരു MLA ആയാൽ താൻ സന്തോഷിക്കുമെന്ന് അവൻ ആഗ്രഹിക്കുന്നു.
ഞാൻ മന്ത്രിയായാൽ അത് ശ്രദ്ധേയമായിരിക്കുമെന്നാണ് ഒരു MLAയുടെ ആഗ്രഹം. മന്ത്രിയാകുമ്പോൾ ഞാൻ മുഖ്യമന്ത്രിയായാൽ എനിക്ക് സമ്പൂർണ്ണ മേധാവിത്വം ലഭിക്കുമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അത് അസാധാരണമാം വിധം ആനന്ദകരമായിരിക്കും. എനിക്ക് സംസ്ഥാനത്തിന്റെ മുഴുവൻ മേൽ ആധിപത്യമുണ്ടായിരിക്കും. മുഖ്യമന്ത്രിയായ ശേഷം ഞാൻ പ്രധാനമന്ത്രിയായാൽ എന്റെ ജീവിതം വിജയിക്കുമെന്ന ശക്തമായ ആഗ്രഹം ഉയരുന്നു. അപ്പോഴേക്കും ഒരാൾ മരിക്കുന്നു. പിന്നെ ഒരു കഴുതയായി മാറുമ്പോൾ അയാൾ ഒരു ചുമട്ടുതൊഴിലാളിയുടെ അടി ഏൽക്കുകയായിരിക്കും. അതിനാൽ കാലബ്രഹ്മനാൽ നിർമ്മിച്ച സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ചക്രത്തിൽ ഒരു രാജ്യമോ സിംഹാസനമോ നേടുന്നതിലും ഒരാൾ ജീവിതം മുഴുവൻ പാഴാക്കിയതായി തത്വജ്ഞാനിൽ വിശദീകരിച്ചിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 18. എവിടെയും സംതൃപ്തി കിട്ടില്ല. ഈ മനസ്സ് അത്തരമൊരു നപുംസകമാണ്. ബാലക് നഗരത്തിൽ അബ്രാഹാം സുൽത്താൻ ആദം എന്നൊരു രാജാവുണ്ടായിരുന്നു. മുൻജന്മത്തിൽ അദ്ദേഹം വളരെ സദ്വൃത്തനായ ഒരു ഭക്തനായിരുന്നു. പക്ഷെ ആഡംബരത്തിൽ നഷ്ടപ്പെട്ട തന്റെ ഇപ്പോഴത്തെ ജീവിതത്തിൽ അദ്ദേഹം ദൈവത്തെ മറന്നു. അദ്ദേഹം രാജ്യത്തിന്റെ മഹത്വത്തിൽ മുഴുകി കൊട്ടാരങ്ങളിൽ സുഖിച്ചു. ഒരു ദിവസം ദൈവം സത്യലോകത്തിൽ നിന്ന് ഒരു യാത്രക്കാരന്റെ വേഷം ധരിച്ച് രാജാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് പറഞ്ഞു, അല്ലയോ സത്രത്തിന്റെ ഉടമ, എനിക്കൊരു മുറി വാടകയ്ക്ക് തരൂ, വില പറയൂ, എനിക്ക് രാത്രി ചിലവഴിക്കണം. രാജാവ് പറഞ്ഞു, ഓ നിരപരാധിയായ സഞ്ചാരി, ഇത് നിങ്ങൾക്കൊരു സത്രമാണെന്ന് തോന്നുന്നുവോ? ഞാനൊരു രാജാവാണ്, ഇതാണ് എന്റെ കൊട്ടാരം. യാത്രികന്റെ രൂപത്തിൽ ദൈവം പറഞ്ഞു, നിനക്ക് മുമ്പ് ആരാണ് ഈ കൊട്ടാരത്തിൽ താമസിച്ചിരുന്നത്? രാജാവ് പറഞ്ഞു, എന്റെ അച്ഛനും മുത്തച്ഛനും ഇവിടെ താമസിച്ചിരുന്നു. യാത്രികന്റെ രൂപത്തിൽ ദൈവം പറഞ്ഞു, നീ എത്ര നാൾ ഈ കൊട്ടാരത്തിൽ വസിക്കും? രാജാവ് പറഞ്ഞു, ഒരു ദിവസം ഇവയെ ഉപേക്ഷിച്ച് ഞാനും പോകും. ദൈവം പറഞ്ഞു, ഇതൊരു സത്രമല്ലെങ്കിൽ പിന്നെ എന്താണ്? ഇത് സത്രമല്ലേ? നിന്റെ അച്ഛൻ മുത്തച്ഛൻ ഈ ലോകം വിട്ടു പോയതുപോലെ ഒരു ദിവസം നീയും പോകും. അതിനാൽ ഞാൻ ഈ കൊട്ടാരങ്ങളെ സത്രമെന്ന് അഭിസംബോധന ചെയ്തു. രാജാവ് യാഥാർത്ഥ്യം മനസ്സിലാക്കി. ഈ ലോകത്തിന്റെ ആഗ്രഹം ഉപേക്ഷിച്ച് അവൻ തന്റെ ക്ഷേമം ചെയ്തു. ശാശ്വതമായ സന്തോഷവും ശാശ്വത ജീവിതവും നേടാൻ അദ്ദേഹം ദീക്ഷ സ്വീകരിച്ചു. ജീവിതത്തിലുടനീളം ഭക്തി അനുഷ്ഠിച്ചു. അദ്ദേഹം തന്റെ മനുഷ്യജീവിതം സഫലമാക്കി. വാണി നമ്പർ 6. सतगुरु मिले तो इच्छा में ते पद मिल पदे समाना, चल हंसा उस लोक पठाओ जो आदि अमर अस्थाना. തർജ്ജമ: ഒരാൾ തത്വദർശി സദ്ഗുരുവിനെ കണ്ടെത്തിയാൽ മേൽപ്പറഞ്ഞ അറിവ് പകർന്നു നൽകുക. കാലബ്രഹ്മിന്റെ ലോകത്തിന്റെ എല്ലാ വസ്തുക്കളോടും സ്ഥാനങ്ങളോടുമുള്ള ആഗ്രഹം ഇല്ലാതാക്കുക. പാദ്മിൽ പാടി സമാന. ഇതിൽ ഒരു പാദ് എന്നതിന്റെ അർത്ഥം വഴി, അതായത് വേദാധിഷ്ഠിത ആരാധനാരീതി. രണ്ടാമത്തെ പാദ് എന്നതിന്റെ അർത്ഥം പരംപാദ് എന്നാണ്, അതായത് പരമോന്നത സ്ഥാനം. വേദാധിഷ്ഠിത ആരാധനാ രീതി ഉപദേശിച്ചുകൊണ്ട് സദ്ഗുരു ഒരുവനെ പരമാത്മാവിന്റെ ആ പരമോന്നത സ്ഥാനം കൈവരിപ്പിക്കുന്നു. അവിടെ പോയാൽ ആരാധകർ ഒരിക്കൽ ഈ ലോകത്തേക്ക് മടങ്ങി വരില്ല. ഹേ ഭക്ത, ഞാൻ നിന്നെ ആ സ്ഥലത്തേക്ക് അയക്കട്ടെ. അത് ആദിമവും ശാശ്വതവുമായ സ്ഥലമാണ്. അതായത് ഗീതാധ്യായം 18 ശ്ലോകം 62 പരാമർശിച്ചിരിക്കുന്ന നിത്യപരമമായ വാസസ്ഥലമാണ് പരമമായ ശാന്തിയും. വാണി നമ്പർ 7. चार मुक्ति जहाँ चंपी करती, माया हो रही दासी, दास गरीब अभय पद पर से मिले राम अविनाशी. പരിഭാഷ: ആ ശാശ്വതമായ പരമമായ വാസസ്ഥലത്ത് പരമമായ ശാന്തിയും അമിതമായ സന്തോഷവുമുണ്ട്. കാലബ്രഹ്മിന്റെ ലോകത്തിൽ 4 തരത്തിലുള്ള മോക്ഷങ്ങളുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ഒരു ആരാധകൻ സ്വയം അനുഗ്രഹീതനായി കരുതുന്നത് അത് നേടിയ ശേഷം. എന്നാൽ അവ ശാശ്വതമല്ല. കുറച്ചു കാലത്തിനു ശേഷം പുണ്യങ്ങൾ ക്ഷയിക്കുമ്പോൾ 84 ലക്ഷം ജീവജാലങ്ങളുടെ ജീവിതത്തിൽ ഒരാൾ കഷ്ടതകൾ സഹിക്കുന്നു. എന്നാൽ മോക്ഷങ്ങളുടെ ആനന്ദം സത്യലോകത്ത് എന്നേക്കും നിലനിൽക്കും. മായ നിങ്ങളുടെ വേലക്കാരിയായിരിക്കും. അമർലോകിൽ, അതായത് നിത്യസ്ഥാനത്തിൽ പോയതിനു ശേഷം ഒരു ജീവി നിർഭയനാകുമെന്നും ആ അനശ്വരനായ ദൈവത്തെ, അതായത് രാമനെ, ആ ശാശ്വതമായ പരമോന്നത വാസസ്ഥലത്ത് ഒരാൾ കണ്ടെത്തുമെന്നും സന്ത് ഗരീബ് ദാസ് ജി പറഞ്ഞു. അതിനാൽ സമ്പൂർണ്ണ മോക്ഷത്തിനായി ഒരാൾക്ക് ആ ദൈവത്തിലേക്ക് പോകാൻ കഴിയുന്ന വേദാധിഷ്ഠിത ആരാധന നടത്തണം. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 19. ശ്രീ ബ്രഹ്മാവ്, ശ്രീ വിഷ്ണു, ശ്രീ ശിവനും അവരുടെ പിതാവായ കാലബ്രഹ്മം, അതായത് ക്ഷരപുരുഷൻ, അക്ഷരപുരുഷൻ, എല്ലാ രാമന്മാരും ദേവന്മാരും മർത്യരാണ്. പരം അക്ഷരബ്രം, പരമാത്മാ മാത്രമാണ് അനശ്വരനായ രാമൻ, അതായത് പരമാത്മാവ്. ഈ പരമാത്മാവിന്റെ ഭക്തിയാൽ മാത്രമേ ഒരാൾക്ക് പരമമായ ശാന്തിയും ശാശ്വത പരമമായ വാസസ്ഥലവും ലഭിക്കുകയുള്ളൂ.
അതായത് പൂർണ്ണമായ മോക്ഷം, അവിടെ 4 മോക്ഷങ്ങളുടെയും ആനന്ദം എന്നേക്കും നിലനിൽക്കും. മായ, അതായത് എല്ലാ സന്തോഷങ്ങളും സുഖങ്ങളും ഉപാസകന്റെ ദാസനായി നിലകൊള്ളുന്നു. സൂക്ഷ്മവേദത്തിൽ ഇങ്ങനെ പറയുന്നു: कबीर माया दासी सत की उभय दे आशीष, विलसी और लातो छड़ी सुमर सुमर जगदीश. അർത്ഥം: എല്ലാ സുഖങ്ങളും സമ്പത്തിൽ നിന്ന് ലഭിക്കുന്നു. വേദാധിഷ്ഠിത ഭക്തി അനുഷ്ഠിക്കുന്ന ഒരു സന്യാസിയുടെയോ ഭക്തന്റെയോ ഭക്തിയുടെ യാന്ത്രികമായ ഉപോൽപ്പന്നമാണ്. ഉൽപ്പന്നം അത് നേടിയെടുക്കാൻ ലക്ഷ്യമില്ലെങ്കിൽ തീർച്ചയായും ലഭിക്കുന്ന ഒന്നാണ്. അതുപോലെ ഗോതമ്പ് വിള വിതച്ച ഒരാൾ ഗോതമ്പ് ലഭിക്കാൻ ലക്ഷ്യമിടുന്നു, പക്ഷെ പതിരും കാലിത്തീറ്റയും തീർച്ചയായും ലഭിക്കും. ഗോതമ്പ് വിളയുടെ ഉപോൽപ്പന്നമാണ് കാലിത്തീറ്റ അല്ലെങ്കിൽ ചാഫ്. അതുപോലെ സത്യാരാധന ചെയ്യുന്ന ഒരാൾക്ക് സ്വയമേ സമ്പത്ത് ലഭിക്കും. ആരാധകൻ അത് ഉപയോഗിക്കുന്നു, അത് അവന്റെ കാൽച്ചുവട്ടിൽ നിൽക്കുന്നു. അതായത് സമ്പത്തിന്റെ ഒരു കുറവുമില്ല, പകരം അവന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഉണ്ടാകുന്നു. പരമാത്മാവായ ദൈവത്തിന്റെ ഭക്തിയാൽ ഭക്തരും വിശുദ്ധരും മായ, അതായത് സമ്പത്തിന്റെ സന്തോഷങ്ങൾ ആസ്വദിക്കുകയും പൂർണ്ണ മോക്ഷം നേടുകയും ചെയ്യുന്നു. ഒരു മനുഷ്യ ശരീരത്തിലെ ഒരു വ്യക്തി അവളുടെ ലക്ഷ്യം ഓർക്കണം എന്ന വിഷയം നമുക്ക് കൂടുതൽ എടുക്കാം. ഭക്തിയിലൂടെ അവരുടെ ക്ഷേമം നേടണം. സൂക്ഷ്മവേദിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: രാഗ് അസാവരി, ശ്ലോകം നമ്പർ 71. यह सौदा फिर नाही संतो, यह सौदा फिर नाही. लोहे जैसा ताव जात है, काया देह सराही. 3 लोक और भुवन चतुर्दश, सब जग सौदे आही. दुगने तिगने किए चौगुने, किन्हे मूल गवाही. അർത്ഥം: 2 വ്യവസായികൾ ഒരു ബിസിനസ് ചെയ്യാൻ ദൂരെയുള്ള ഒരു നഗരത്തിലേക്ക് പോയി. അവർ 5 ലക്ഷം രൂപ വീതം മൂലധനമായി എടുത്തു. ഒരാൾ തന്റെ പണം നന്നായി ഉപയോഗിച്ചു. സത്രത്തിലോ ഹോട്ടലിലോ വാടകയ്ക്ക് മുറിയെടുത്തു. സാധനങ്ങൾ വാങ്ങി ഉയർന്ന വിലയ്ക്ക് വിറ്റു. ഇതിലൂടെ 20 ലക്ഷം രൂപ അധികമായി ലഭിച്ചു. 2 വർഷത്തിനുള്ളിൽ അവൻ നാട്ടിലേക്ക് മടങ്ങി. എല്ലാവരും അവനെ പുകഴ്ത്തി. അവൻ ധനികനായി. മറ്റൊരാൾ ഹോട്ടലിലോ സത്രത്തിലോ വാടകയ്ക്ക് മുറിയെടുത്തു. അവൻ മദ്യം കഴിക്കാൻ തുടങ്ങി. വേശ്യകളുടെ നൃത്തം കണ്ടു. ഭക്ഷണം കഴിച്ചു ഉറങ്ങി. തന്റെ മൂലധനമായ 5 ലക്ഷം രൂപ ചിലവഴിച്ചു. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അയാൾ കടക്കെണിയിലായി. പോകുന്നതിന് മുൻപ് 5 ലക്ഷം രൂപ കടം കൊടുത്ത ആൾ പണം തിരികെ ചോദിച്ചു. തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നതോടെ ആ വ്യക്തി അയാളെ തന്റെ കീഴിൽ തൊഴിലാളിയാക്കി നിർത്തുകയും 5 ലക്ഷം രൂപ ഇയാളിൽ നിന്ന് ഈടാക്കുകയും ചെയ്തു. മേൽ പറഞ്ഞ വാണിയുടെ സാരം: ത്രിലോകങ്ങളിലെയും, അതായത് ആകാശം, പാതാളം, ഭൂമി, ഇവിടങ്ങളിലെ എല്ലായിടങ്ങളിലെയും എല്ലാ ജീവജാലങ്ങളും രാമന്റെ, അതായത് ദൈവത്തിന്റെ ബിസിനസ് ചെയ്യാൻ വന്നിരിക്കുന്നു എന്നതാണ്. ഒരാൾ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ സമ്പത്ത് സമ്പാദിച്ചു. അതായത് ഒരു സമ്പൂർണ്ണ സന്യാസിയിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച് യഥാർത്ഥ ഭക്തിയിലൂടെ മൂലധനമായ ജീവശ്വാസത്തിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. മറ്റൊരു വ്യക്തി ഭക്തി ചെയ്യാത്ത, വിലക്കുകൾ ഉപേക്ഷിക്കുന്നു, തിരുവെഴുത്തുകൾ ഏകപക്ഷീയമായ പ്രയോഗം നടത്തുകയോ ഭക്തി സ്വീകരിക്കുകയോ ചെയ്തു. ഒരു അനധികൃത വ്യക്തിയിൽ നിന്നുള്ള ദീക്ഷ ഒരു പ്രയോജനവും കിട്ടില്ല. വിശുദ്ധ ഗീത അധ്യായം 16 ശ്ലോകം 23-24 ഇത് വ്യക്തമാണ്. ഇതുമൂലം അവൻ തന്റെ മനുഷ്യജീവിതത്തിന്റെ ജീവശ്വാസം പോലെയുള്ള മൂലധനവും നശിപ്പിച്ചു. യഥാർത്ഥ സത്യഭക്തിയില്ലാതെ എല്ലാം നഷ്ടപ്പെടുത്തി. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 20. ചാപ്റ്റർ 6, ഭക്തി ചെയ്യാത്തത് മൂലമുണ്ടാകുന്ന ദോഷത്തിന്റെ മറ്റ് വിവരണം. ശ്ലോകം നമ്പർ 71 ബാക്കി. यह दम टूटे पिंडा फूटे, को लेखा दरगाह मांगी. उस दरगाह में मार पड़ेगी, जम पकड़ेंगे बाही. नरनारायण देही पायकर फेर 84 जाही. उस दिन की मोहे डरनी लागे, लज्जा रह के नांगी. जा सतगुरु की मैं बलिहारी, जो जामन मरण मिटाही. कुल परिवार तेरा कुटुंब कबीला, मसलत एक ठहराही. बांध पिंजरी आगे धर लिया, मरघट को ले जाही. अग्नि लगा दिया जब लंबा, फूंक दिया उस ठाही. पुराण उठा फिर पंडित आए, पीछे गरुड़ पढ़ाही. അർത്ഥം: ഈ ശ്വാസോച്ഛ്വാസം, അതായത് അണക്കെട്ട് അവസാനിക്കാൻ പോകുന്ന ദിവസം, ആ ദിവസം തന്നെ ഒരാൾ ഈ ശരീരം പോലുള്ള പിണ്ഡം ഉപേക്ഷിക്കും. അപ്പോൾ ദൈവത്തിന്റെ കോടതിയിൽ പുണ്യങ്ങളുടെയും പാപങ്ങളുടെയും കണക്കുണ്ടാകും. ഭക്തി ചെയ്യാത്തവരെയോ തിരുവെഴുത്തുകൾക്ക് വിരുദ്ധമായി ഭക്തി ചെയ്യുന്നവരെയോ യമദൂതന്മാർ കൈപിടിച്ചു കൊണ്ടുപോകും. അവൻ ഏതോ രാജ്യത്തിന്റെ രാജാവാണെങ്കിൽ പോലും അവനെ തല്ലും. പരമോന്നത ദൈവം കബീർ സൻ ഗരീബ് ദാസിനെ കണ്ടു. അദ്ദേഹത്തിന്റെ പ്രാണനെ മുകളിൽ കൊണ്ടുപോയി എല്ലാ ബ്രഹ്മാണ്ടങ്ങളും പ്രപഞ്ചങ്ങളും കാണിക്കുകയും
സന്ത് ഗരീബ് ദാസിന് മുഴുവൻ ആത്മീയ ജ്ഞാനം നൽകുകയും ചെയ്ത ശേഷം പരമോന്നത ദൈവം കബീർ അവനെ തന്റെ ശരീരത്തിൽ തിരികെ വിട്ടു. സന്ത് ഗരീബ് ദാസ് ജി ദൃക്സാക്ഷി വിവരണം വിവരിക്കുന്നു. ഹേ മനുഷ്യ, നാരായണന്റെ രൂപത്തോട് സാമ്യമുള്ള ഒരു പുരുഷ ശരീരം നിങ്ങൾക്ക് ലഭിച്ചു. അതായത് ദൈവത്തിന്റെ ശരീരം. അതവന്റെ പ്രതിച്ഛായയാണ്. മറ്റ് ജീവജാലങ്ങൾക്ക് ഈ സുന്ദരമായ ശരീരം ലഭിച്ചിട്ടില്ല. ഇത് നേടിയ ശേഷം ജീവിതത്തിലുടനീളം ദൈവഭക്തി ചെയ്യണം. ഈശ്വരന്റെ ശരീരത്തിന് സമാനമായ ഒരു ശരീരം നേടിയ ശേഷം യഥാർത്ഥ ഭക്തി ചെയ്യാത്തതിനാൽ നിങ്ങൾ വീണ്ടും 84 ലക്ഷം ജന്മങ്ങളുടെ ചക്രത്തിലേക്ക് പോകുന്നു. നിങ്ങളുടെ മനുഷ്യ ജീവിതത്തിൽ ലജ്ജിക്കുന്ന ആ ദിവസത്തെക്കുറിച്ച് ഞാൻ ആശങ്കാകുലനാണ്. എന്റെ ഭക്തി കുറയുകയാണെങ്കിൽ ദൈവത്തിന്റെ കോടതിയിൽ എന്റെ ബഹുമാനം നിലനിർത്താൻ എനിക്ക് കഴിയില്ലെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ ഭക്തി ചെയ്യുമ്പോൾ പോലും അത് മതിയാകില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു. നിങ്ങൾ ഭക്തി പോലും ചെയ്യുന്നില്ല. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേദങ്ങൾക്ക് എതിരാണ്. നിങ്ങൾ മോശമായി കഷ്ടപ്പെടും. ജനനമരണം എന്ന വിട്ടുമാറാത്ത രോഗത്തെ ഇല്ലാതാക്കുന്ന അത്തരമൊരു സദ്ഗുരുവിനെ തിരഞ്ഞെടുക്കാൻ ഞാൻ ഉപദേശിക്കുന്നു. യഥാർത്ഥ ഭക്തി ചെയ്യാത്തവർക്ക് മരണശേഷം എന്ത് സംഭവിക്കും? സമീപത്ത് താമസിക്കുന്ന കുടുംബത്തിലെ ആളുകൾ ഒത്തുചേരുന്നു. തുടർന്ന് എല്ലാവരും ഏകകണ്ഠമായ തീരുമാനമെടുക്കുന്നു. മസ്തത്തെടുക്കുന്നു. അവനെ കൊണ്ടുപോകുക. അവർ അവനെ ശ്മശാനത്തിൽ കൊണ്ടുപോയി ചിത കത്തിക്കുന്നു. വടികൊണ്ടോ ചവിട്ടുകൊണ്ടോ അടിച്ച് മരിച്ചയാളുടെ നെഞ്ച് തകർക്കുന്നു. ശരീരം മുഴുവൻ കത്തിക്കുന്നു. അവന്റെ പോക്കറ്റിലുള്ളത് പുറത്തെടുക്കുന്നു. പിന്നെ മറ്റുള്ളവരെ കാണിക്കുവാൻ ഗ്രന്ഥങ്ങൾക്ക് വിരുദ്ധമായ മതപരമായ ആചാരങ്ങൾ. അത് ചെയ്യുന്നവർ മരിച്ചുപോയ ആ ജീവിയുടെ ക്ഷേമത്തിനായി ഗുരു ഗരുഡ് പുരാണം പാരായണം ചെയ്യുന്നു. തത്വജ്ഞാനിയിൽ, അതായത് സൂക്ഷ്മവേദത്തിൽ നമ്മുടെ മനുഷ്യജീവിതം പൂർത്തിയാക്കിയ ശേഷം മരിച്ചുവെന്ന് പരാമർശിക്കപ്പെടുന്നു. അവന്റെ കണക്ക് ദൈവത്തിന്റെ കോടതിയിൽ പരിശോധിക്കും. കഴുതയോ പട്ടിയോ ആവാൻ അവൻ എവിടെയെങ്കിലും ക്യൂവിൽ നിൽക്കും. മരണശേഷം ആ ഗരുഡ് പുരാണം പാരായണം ചെയ്താൽ എന്ത് പ്രയോജനം? വേദഗ്രന്ഥങ്ങൾക്ക് വിരുദ്ധമായ ഒരു പ്രയോജനവുമില്ലാത്ത ആചാരമാണത്. അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ നിയമം അവന് പരിചിതമാക്കേണ്ടതായിരുന്നു. അങ്ങനെ അവൻ നല്ലതും ചീത്തയുമായ പ്രവൃത്തികളെക്കുറിച്ച് ബോധവാന്മാരാകുകയും തന്റെ മനുഷ്യജീവിതം വിജയകരമാക്കുകയും ചെയ്യുമായിരുന്നു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 21. प्रेत शिला पर जाय विराजे, फिर पितरो पिंड भराही। बहुल श्राद्ध खान कोण आया, ताग भय कली माही। അർത്ഥം: മോക്ഷത്തിനായി, അതായത് ഒരു ജീവിയുടെ രക്ഷയ്ക്കായി ഒരാളുടെ മരണശേഷം നടത്തപ്പെടുന്ന ശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമായ ആചാരങ്ങൾ നിഷ്ഫലമാണ് എന്നതാണ് അർത്ഥം. ഉദാഹരണത്തിന്, മരിച്ചയാളുടെ രക്ഷയ്ക്കായി ഗരുഡ പുരാണത്തിന്റെ പാരായണം സംഘടിപ്പിച്ചു. പിന്നെ മരണപ്പെട്ടയാളുടെ അസ്ഥികൾ അവന്റെ രക്ഷയ്ക്കായി ഗംഗയിൽ നിമജ്ജനം ചെയ്തു. തുടർന്ന് ഒരു ഹവൻ നടത്തുകയും, അതായത് തേരാഹ്വിൻ നടത്തുകയും 13-ാം അല്ലെങ്കിൽ അവന്റെ മരണശേഷം 17-ാം ദിവസം, അതായത് സത്രാഹിന്മേം അവന്റെ രക്ഷയ്ക്കായ ഭണ്ഡാര വിളമ്പുകയും ചെയ്യും, അതായത് സാമുദായിക സദ്യ വിളമ്പുകയും ചെയ്യും. തുടക്കത്തിൽ മരിച്ചയാളുടെ മോക്ഷത്തിനായി 1 വർഷത്തേക്ക് എല്ലാ മാസവും ഒരു ആചാരം നടത്തി. തുടർന്ന് 6-ാം മാസത്തിൽ അവർ ആചാരം അനുഷ്ഠിച്ചു, ചമഹി. തുടർന്ന് അവർ അവന്റെ മോക്ഷത്തിനായി എല്ലാ വർഷവും ഒരു ആചാരം നടത്തും. പിന്നെ അവർ അവന്റെ രക്ഷയ്ക്കായി പിണ്ഡദാൻ വാഗ്ദാനം ചെയ്യും. അവന്റെ മോക്ഷത്തിനായി അവർ ശ്രാദ്ധം നടത്തി. ശ്രാദ്ധ ദിവസം പുരോഹിതൻ തന്നെ ഭക്ഷണം തയ്യാറാക്കുകയും വീടിന്റെ മേൽക്കുരയിൽ കുറച്ച് ഭക്ഷണം ഇടാൻ പറയുകയും ചെയ്യുന്നു. നിങ്ങളുടെ അച്ഛൻ ഒരു കാക്കയായി മാറിയിരിക്കാം. ഒരു കാക്ക ഭക്ഷണം കഴിക്കുമ്പോൾ അവർ പറയുന്നു, നിങ്ങളുടെ അമ്മയോ അച്ഛനോ മരിച്ചുപോയ ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ഈ ശ്രാദ്ധം മുഴുവൻ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത്? അവർ ഒരു കാക്കയായി ഇപ്പോൾ അവളുടെ ശ്രാദ്ധം വിജയിച്ചിരിക്കുന്നു. മേൽപ്പറഞ്ഞ വിവരണത്തിൽ നിന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് മേൽപ്പറഞ്ഞ ആചാരം നിർവഹിച്ച ആ വ്യക്തി ഒരു കാക്കയായി മാറിയിരിക്കുന്നു. ശ്രാദ്ധം അനുഷ്ഠിക്കുന്നതിലൂടെ ആ ആത്മാവ് 1 വർഷത്തേക്ക് തൃപ്തനാകുമെന്ന് ശ്രാദ്ധം നടത്തുന്ന പൂജാരിമാർ പറയുന്നു. പിന്നെ 1 വർഷത്തിന് ശേഷം വീണ്ടും ശ്രാദ്ധം നടത്തണം. ദയവായി ചിന്തിക്കുക. ജീവിച്ചിരിക്കുന്ന ഒരാൾ ഒരു ദിവസം 3 നേരം ഭക്ഷണം കഴിക്കുന്നു. വർഷത്തിലൊരിക്കൽ ഭക്ഷണം കഴിച്ച് അയാൾക്ക് എങ്ങനെ സംതൃപ്തനാകും? മേൽക്കുരയിൽ ദിവസവും ഭക്ഷണം സൂക്ഷിച്ചാൽ ആ കാക്കയ്ക്ക് ദിവസവും ഭക്ഷണം ലഭിക്കും. 2-ാമത്തെ കാര്യം, മരണശേഷം അനുഷ്ഠിക്കുന്ന എല്ലാ ചടങ്ങുകളും മരണപ്പെട്ടയാളുടെ മോക്ഷം ലക്ഷ്യമാക്കിയാണ് ചെയ്തിരുന്നത്. അവസാനം ആ അജ്ഞാതരായ ഗുരുക്കന്മാർ അവനെ അല്ലെങ്കിൽ അവളെ ഒരു കാക്കയായി കൊണ്ടുപോയി പ്രേതശിലയിലെ ഒരു പ്രേതത്തിന്റെ ജീവിതത്തിൽ അവൻ അല്ലെങ്കിൽ അവൾ കഷ്ടപ്പെടുന്നു. ഇവിടെ പൂജാരിയും കാക്കയും അവരുടെ അഭാവത്തിൽ ഭക്ഷണം കഴിക്കുന്നു. പിണ്ടമർപ്പിക്കുന്നതിന്റെ ഗുണം
പ്രേത ജീവിതത്തിൽ നിന്ന് മുക്തി നേടുമെന്ന് വിവരിച്ചിരിക്കുന്നു. ഒരു പ്രേതത്തിന്റെ ജീവനിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ അവൻ അല്ലെങ്കിൽ അവൾ കഴുതയോ കാളയോ ആയിത്തീരുന്നു. അപ്പോൾ അവർക്ക് എന്ത് മോക്ഷമാണ് ലഭിച്ചത്? नर से फिर पशुवा कीजे, गधा बैल बनाई. 56 भोग कहाँ मन बोरे, कहीं कुरड़ी चरने जाई. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 22. അർത്ഥം: നാം രുചികരമായ ഭക്ഷണം കഴിക്കുന്നു. അതായത് മനുഷ്യ ജീവിതത്തിൽ 56 തരം ഭക്ഷണം കഴിക്കുന്നു. ഭക്തി ചെയ്യാത്തതുകൊണ്ടോ മതഗ്രന്ഥങ്ങൾക്ക് വിരുദ്ധമായി മതപരമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെയോ ഒരാൾ കഴുതയാകും. പിന്നെ ഈ 56 തരം ഭക്ഷണങ്ങൾ അയാൾ എവിടെ കണ്ടെത്തും? വീട്ടിലെ മാലിന്യം സൂക്ഷിക്കുന്ന സ്ഥലത്ത് പോയി വയറു നിറയ്ക്കാൻ പുല്ല് തിന്നും. അതുപോലെ കാള മുതലായ മറ്റു മൃഗങ്ങളുടെ ജീവിതത്തിലും അവൻ ഒന്നിനു പുറകെ ഒന്നായി കഷ്ടതകൾ സഹിക്കും. जय सतगुरु की संगत करते सकल कर्म कटी जाए. अमरपुरी पर आसन होते जहां धूप न छाई. അർത്ഥം: സദ്ഗുരുവിന്റെ തത്വദർശി സന്യാസിയുടെ അഭയം പ്രാപിച്ചുകൊണ്ട് ദീക്ഷ സ്വീകരിച്ചിരുന്നെങ്കിൽ മേൽപ്പറഞ്ഞ എല്ലാ കർമ്മങ്ങളുടെയും പ്രയാസങ്ങൾ നീങ്ങുമായിരുന്നുവെന്ന് പരമോന്നത ദൈവമായ കബീറിൽ നിന്ന് ലഭിച്ച സൂക്ഷ്മവേദത്തിൽ സന്ത് ഗരീബ് ദാസ് പറഞ്ഞു. നിങ്ങളൊരു പ്രേതമോ കഴുതയോ കാളയോ ആകുമായിരുന്നില്ല. നിങ്ങൾ അമർലോകിൽ, അതായത് നിത്യസ്ഥാനത്തിൽ വസിക്കുമായിരുന്നു. അതായത് ഗീത അധ്യായം 18 ശ്ലോകം 62-ലും അധ്യായം 15 ശ്ലോകം 4-ലും പരാമർശിച്ചിരിക്കുന്ന നിത്യ പരമമായ വാസസ്ഥലത്ത് നിങ്ങൾ പോകുകയും പരമമായ ശാന്തി നേടുകയും ചെയ്യുമായിരുന്നു. നിങ്ങൾ ഈ ലോകത്തേക്ക് ഒരിക്കലും മടങ്ങി വരില്ലായിരുന്നു. അതായത് ജനന മരണചക്രം എന്നേക്കുമായി അവസാനിക്കുമായിരുന്നു. ആ നിത്യസ്ഥലത്ത് അമർലോക് അല്ലെങ്കിൽ സത്യലോകത്ത് സൂര്യപ്രകാശമോ തണലോ ഇല്ല. അതായത് പ്രകാശം മാത്രം. സൂര്യപ്രകാശം തീക്ഷ്ണമായപ്പോൾ തണലിന്റെ ആവശ്യമുയർന്നു. ആ സത്യലോകത്തിൽ സന്തോഷമേ ഉള്ളൂ. അവിടെ ദുരിതമില്ല. सुरत निरत मन पवन पयाना, शब्दे शब्द समाई. गरीब दास गलतान महल में मिले कबीर गोसानी. അർത്ഥം: പരമോന്നത ദൈവം കബീർ എന്നെ കണ്ടുമുട്ടിയതായി സന്ത് ഗരീബ് ദാസ് പറഞ്ഞു. സൂറത്ത് നിരത്, മനസ്സ്, ശ്വാസം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നാമം, അതായത് മന്ത്രം ഓർമ്മിക്കുന്ന രീതി അദ്ദേഹം എന്നോട് പറഞ്ഞു. സത്യലോകത്തിൽ ശബ്ദത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സാധന. ഞാൻ സത്യലോകത്തിൽ പോയി. അതുകൊണ്ടാണ് ഞാൻ സത്യലോകിലെ, അതായത് നിത്യസ്ഥാനത്തിലെ എന്റെ കൊട്ടാരത്തിൽ സന്തോഷത്തോടെ വസിക്കുന്നത്. പരമോന്നത ദൈവമായ കബീർ സന്ത് ഗരീബ് ദാസിന് യഥാർത്ഥ ആരാധനാ രീതി പറഞ്ഞുകൊടുത്തു. സന്ത് ഗരീബ് ദാസ് പരമോന്നത ദൈവത്തോടൊപ്പം പോയി ആ സ്ഥലം, അതായത് സത്യലോക് കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പിന്തുടരുന്ന ശാസ്ത്രാധിഷ്ഠിത ധർമ്മപരമായ ആചാരം ദൈവം നൽകിയതാണെന്ന് അദ്ദേഹം ദൃഢവിശ്വാസത്തോടെ പറയുന്നത്. ആ ശബ്ദം, നാമം, അതായത് മന്ത്രം പാരായണം ചെയ്യുന്നതിലൂടെ ഞാൻ തീർച്ചയായും പൂർണ്ണമോക്ഷം പ്രാപിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ ഫലമായി ഞാൻ ഗരീബ് ദാസ് സത്യലോകത്തിൽ നിർമ്മിച്ച എന്റെ കൊട്ടാരത്തിലേക്ക്, വലിയ വീട്ടിലേക്ക് പോകും. അതുമൂലം കൊട്ടാരം ലഭിച്ചതിന്റെ സന്തോഷത്തിൽ ഞാൻ ആശ്വസിക്കുകയും ഗൽത്താൻ മുഴുകുകയും ചെയ്യുന്നു. കാരണം സമ്പൂർണ്ണ ഗുരുവായ ദൈവം കബീർ തന്നെ തന്റെ സ്ഥലത്ത് നിന്ന് വന്ന് എന്നെ കണ്ടുമുട്ടി. गरीब अजब नगर में ले गए हमको सतगुरु आन. झिलके बिंब अगाध गति सूते चादर तान. അർത്ഥം: സദ്ഗുരു, അതായത് പരമോന്നത ദൈവം കബീർ തന്നെ തന്റെ സ്വകാര്യ സ്ഥലമായ സത്യലോകിൽ നിന്ന് വന്ന് എന്നെ കണ്ടുമുട്ടി. എന്നെ ശ്രദ്ധേയമായ നഗരത്തിലേക്ക്, അതായത് സത്യലോകിലെ നഗരത്തിലേക്ക് കൊണ്ടുപോയി എന്ന് ഗരീബ് ദാസ് പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥലം എന്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു. പരമാത്മാവ് പറഞ്ഞ ഭക്തിയുടെ പാതയിലൂടെ ഞാൻ നടക്കുന്നു. സത്യനാമത്തിന്റെയും ശരണത്തിന്റെയും സാധനയാണ് ഞാൻ ചെയ്യുന്നത്. അതിനാൽ ഞാൻ, അതായത് സൂതി ചാദർ താൻ, ടെൻഷൻ ഫ്രീ ആണ്. അതായത് എന്റെ മോക്ഷത്തിൽ സംശയമില്ല. ചാദർ താൻകാർ സോന, ടെൻഷൻ ഫ്രീ ആകാൻ ഒരു ജോലിയും ബാക്കിയില്ലാത്ത ഒരാൾ ബെഡ്ഷീറ്റ് മൂടി ഉറങ്ങുന്നു. അപ്പോൾ ഗ്രാമത്തിലെ ആളുകൾ പറയും, നിങ്ങൾ നിങ്ങളുടെ മുകളിൽ കിടക്ക വിരിച്ചാണ് ഉറങ്ങുന്നതെന്ന്. നിനക്കൊരു പണിയുമില്ലേ? അതുപോലെ ഇപ്പോൾ വലിയ കൊട്ടാരങ്ങൾ പണിയുന്നത് വെറുതെയാണെന്ന് തോന്നുന്നു എന്ന് ഗരീബ് ദാസ് ജി പറഞ്ഞു. ഇനി ഞാൻ ആ സത്യലോകത്തിലേക്ക് പോകും. വലിയ കൊട്ടാരങ്ങൾ ഇതിനകം അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു തെറ്റ് ചെയ്തു. അവരെ വിട്ട് ഈ കാലന്റെ മാരകമായ ലോകത്തേക്ക് വന്നു. ഇപ്പോൾ നമുക്കൊരു അവസരമുണ്ട്. നമുക്ക് യഥാർത്ഥ ഭക്തി, അതായത് ആരാധനാ രീതിയും തത്വജ്ഞാനവും യഥാർത്ഥ ആത്മീയ അറിവും ലഭിച്ചു. മാന്യരെ, ആ യഥാർത്ഥ ആരാധനാ രീതി ഇപ്പോൾ എന്റെ പക്കൽ ലഭ്യമാണ്. രാംപാൽ ദാസിന്റെ പക്കൽ ലഭ്യമാണ്. അതിലൂടെ
ദുഃഖങ്ങളുടെ ഈ ലോകം കടന്ന് പരമമായ ശാന്തിയും ശാശ്വതമായ സ്ഥാനവും, അതായത് ശാശ്വത പരമമായ വാസസ്ഥലവും കൈവരിക്കുന്നു. ഒരു തത്വദർശിയായ സന്യാസിയിൽ നിന്ന് തത്വജ്ഞാനം നേടുകയും ആ തത്വജ്ഞാനത്തെ കൊണ്ട് അജ്ഞത നശിപ്പിച്ച് പരമാത്മാവിന്റെ ആ പരമമായ അവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കുകയും വേണം. എവിടേക്കാണ് പോയതെന്ന് ഗീതാധ്യായം 18 ശ്ലോകം 62 ഗീതാധ്യായം 15 ശ്ലോകം 4 പരാമർശിച്ചിരിക്കുന്നു. ഒരു ആരാധകൻ ഒരിക്കലും ഈ ലോകത്തിലേക്ക് മടങ്ങി വരില്ല. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 23, ചാപ്റ്റർ നമ്പർ 7. ഭക്തി ചെയ്തില്ലെങ്കിൽ വളരെയധികം ദുഃഖമുണ്ടാകും. സൂക്ഷ്മവേദത്തിൽ പറയുന്നു, यह संसार समझता नहीं, कहंदा शाम दोपहरे नु, गरीबदास यह वक्त जात है, रोवोगे इस पहरे नु. അർത്ഥം, സന്ത് ഗരീബ് ദാസ് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യജീവിതം നേടിയാൽ ഭക്തി അനുഷ്ഠിക്കാത്ത ഒരാൾ നായ, കഴുത മുതലായവയുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരുന്നു. രാത്രിയിൽ ഒരു നായ ആകാശത്തേക്ക് നോക്കി കരയുന്നു. അതിനാൽ നിങ്ങൾ ഭക്തി ചെയ്യാതെ മനുഷ്യജീവിതത്തിന്റെ ഈ സമയം നിങ്ങളുടെ കൈവിട്ടുപോയാൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ കരയുമെന്ന് ഗരീബ് ദാസ് ജി വിശദീകരിക്കുന്നു. ഹരിയാന സംസ്ഥാനത്ത് ജൂൺ മാസത്തിലെ കൊടും ചൂടിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ഒരാൾ മദ്യപിച്ച് കിടക്കുന്നു. അവൻ നന്നായി വിയർക്കുന്നു. അവന്റെ ശരീരം മണൽ കൊണ്ട് മൂടിയിരിക്കുന്നു. ആരോ അവനോട് പറഞ്ഞു, സഹോദരാ, എഴുന്നേൽക്കൂ, ഞാൻ നിന്നെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരുത്തട്ടെ, നിനക്കിവിടെ വെയിലുണ്ട്. മദ്യപൻ പറഞ്ഞു, എനിക്ക് പൂർണ്ണമായ സുഖമാണ്, ഞാൻ സ്വയം ആസ്വദിക്കുന്നു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചില കാരണങ്ങളാൽ ഒരാൾ കോടതിയിൽ പോയി. അവിടെ വെച്ച് ബന്ധുവിനെ കണ്ടു. അവർ പരസ്പരം കുശലം ചോദിച്ചു. രണ്ടുപേരും പറഞ്ഞു, എല്ലാം ശരിയാണ്, ഇപ്പോൾ വിശേഷമൊന്നുമില്ല. ഒരാളുടെ ഏകമകന് തീരെ സുഖമില്ലായിരുന്നു. ഇയാളുടെ മകനെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരുന്നു. കുട്ടിയുടെ നിലയിൽ വളരെ കുറച്ച് പ്രതീക്ഷയേ ഉണ്ടായിരുന്നുള്ളൂ. അത്തരമൊരു അവസ്ഥയിലുള്ള മാതാപിതാക്കളുടെ അവസ്ഥ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അവരുടെ ബന്ധുക്കൾ അവരെ കാണാൻ വന്നു. കുട്ടിക്ക് സുഖമാണോ? അതിജീവനത്തിന് ഒരു പ്രതീക്ഷയുമില്ല എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, മറ്റെല്ലാം എങ്ങനെയുണ്ട്? ബാക്കിയെല്ലാം ശരിയാണ് എന്ന് അച്ഛൻ പറഞ്ഞു. ദയവായി നമ്മൾ ചിന്തിക്കുക. ആ മുകളിൽ പറഞ്ഞ വ്യക്തി മദ്യലഹരിയിൽ കത്തുന്ന സൂര്യന്റെ ചൂട് സഹിക്കുകയായിരുന്നു. എന്നിട്ടും താൻ സുഖമായി ഇരിക്കുകയാണെന്ന് അയാൾ പറയുന്നത് പോലെയാണ് കോടതിയിൽ കണ്ട 2 ബന്ധുക്കളും എല്ലാം ശരിയാണെന്ന് പറയുകയായിരുന്നു. കോടതിയുടെ ചില്ലയിൽ കുടുങ്ങിയ ഒരാൾക്ക് സ്വപ്നത്തിൽ പോലും സന്തോഷിക്കാൻ കഴിയില്ലെന്ന് ചിന്തിക്കുക. എന്നാലും തങ്ങൾ സുഖിക്കുന്നു, അതായത് സന്തോഷത്തിലാണ് എന്ന് ഇരുവരും പറയുന്നു. ഏക മകനായ ഒരാൾ മരണക്കിടക്കയിലാണ്. അയാൾക്ക് എങ്ങനെ സുഖമുണ്ടാകും? അതിനാൽ ഈ ജീവാത്മാവ് ഈ ദുഃഖങ്ങളാൽ നിറഞ്ഞ ഈ ലോകത്തിലെ മഹാദുരിതത്തെ സുഖമായി കണക്കാക്കുന്നുവെന്ന് സൂക്ഷ്മവേദത്തിൽ പ്രസ്താവിക്കുന്നു. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 24, ചാപ്റ്റർ 8, ഭക്തിയുടെ പാതയിലുള്ള യാത്ര, ഭക്തി മാർഗത്തിലൂടെയുള്ള യാത്ര. ആത്മീയ ജ്ഞാനത്തെക്കുറിച്ച് ബോധവാന്മാരാകുന്നതുവരെ മായ, സമ്പത്തിന്റെ മയക്കത്തിൽ ഒരാൾ തന്റെ അല്ലെങ്കിൽ അവളുടെ ലക്ഷ്യം മറന്നിരുന്നു. കൊടും ചൂടിൽ ഉച്ചയ്ക്ക് മദ്യപിച്ച് വിയർത്ത് മണലിൽ പുതഞ്ഞു കിടന്നുറങ്ങുകയും അപ്പോഴും താൻ സുഖിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു മുകളിൽ വിവരിച്ചിട്ടുണ്ട്. എന്നാൽ ശാന്തനായപ്പോൾ താൻ ഒരു കാട്ടിലാണ് കിടക്കുന്നതെന്നും തന്റെ വീട് അകലെയാണെന്നും അയാൾ മനസ്സിലാക്കുന്നു. കബീർ ജി പ്രസ്താവിച്ചു, कबीर, यह माया अटपटी, सब घटा नड़ी, किस किस को समझाओ या കൂരെ ഭാങ് പടി. അർത്ഥം, ആധ്യാത്മിക ജ്ഞാനം എന്ന ഔഷധം കഴിച്ചുകൊണ്ട് ഒരു ജീവി തന്റെ ലഹരിയെ മറികടക്കുന്നു. അപ്പോൾ ഒരാൾ ഭക്തിയുടെ പാതയിൽ നടക്കുന്നു. കാരണം തന്റെ പിതാവായ ദൈവത്തിൽ എത്തിച്ചേരണം. സത്ലോക് നമ്മുടെ സ്വന്തം വീടാണ്. ഒരു യാത്ര പുറപ്പെടുന്ന ഒരാൾക്ക് എല്ലാ വസ്തുക്കളും എടുക്കാൻ കഴിയില്ല. ഒരാൾ യാത്രയ്ക്ക് ആവശ്യമായ വസ്തുക്കൾ മാത്രം എടുക്കുന്നു. അതുപോലെ ഭക്തിയുടെ യാത്രയിൽ നമ്മൾ ഏറ്റവും ചുരുങ്ങിയ ഭാരം കൊണ്ട് യാത്ര ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയൂ. ഭക്തിയുടെ പാതയിൽ സഞ്ചരിക്കാൻ ഒരാൾക്ക് മാനസിക സമാധാനം നിർബന്ധമാണ്. നമ്മുടെ ആചാരങ്ങൾ, ലഹരി, അഭിമാനവും ബഹുമാനവും ആഡംബരവും എന്നിവയാണ് മാനസിക പിരിമുറുക്കങ്ങളുടെ കാരണങ്ങൾ. ഇവ നിഷ്ഫലമായ ഭാരങ്ങളാണ്. ഉദാഹരണം, വലിയ ബംഗ്ലാവുകൾ, വിലയേറിയ കാർ, മേക്കപ്പ് ചെയ്യാൻ വില കൂടിയ ആഭരണങ്ങൾ, അതായത് സ്വർണ്ണാഭരണങ്ങൾ, സമ്പത്തിന്റെ ശേഖരണം, വിവാഹത്തിന് സ്ത്രീധനം നൽകാനോ എടുക്കാനോ, ബാൻഡ് അല്ലെങ്കിൽ DJ കളിക്കാൻ, വരൻ കയറുന്ന സമയത്ത് കുടുംബം മുഴുവൻ ലജ്ജയില്ലാതെ നൃത്തം ചെയ്യുന്ന ഒരു കുതിര, ഒരു കുടുംബാംഗത്തിന്റെ മരണശേഷം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, ഒരു കുട്ടിയുടെ ജനനം ആഘോഷിക്കുക, ചില ആഘോഷവേളകളിൽ പടക്കം പൊട്ടിക്കുക, അമിതാവേശം മുതലായവ ചെയ്യുക,
ഭക്തിയുടെ പാതയിൽ ഇത് തടസ്സങ്ങളുള്ളതിനാൽ ഒരാൾക്ക് ഇവ ഉപേക്ഷിക്കേണ്ടി വരും.